സുപ്രഭാതത്തിൽ നിർമാല്യ ദർശനം കൊടുത്ത ശേഷം എള്ളെണ്ണയാടി വാകച്ചാർത്ത് കഴിഞ്ഞ് അഭിഷേകാദികളെ സമർപ്പിച്ച് മലർ നിവേദ്യം കഴിഞ്ഞ് പൊൻചിലം പണിഞ്ഞ പാതാരവിന്ദത്തോടും പൊന്നിൻ കിങ്ങിണിയും പട്ടുകോണവും ഉടുത്ത് വെണ്ണയും മുരളിയും തൃക്കൈയിലേന്തി പുലിനഖമോതിരം ചാർത്തി കനകകുണ്ടലാദികളണിഞ്ഞ് പുഞ്ചിരി തൂകുന്ന തിരുമുഖകമലത്തോടും കാരുണ്യാമൃതം വഴിയുന്ന തൃക്കൺ കടാക്ഷത്തോടും ഗോപിക്കുറിയോടും പീലിത്തിരിമുടിയോടും കൂടി ശോഭിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പ അടിയങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇനി സത്സംഗം ചെയ്യാനുള്ളത് നാരദ പരീക്ഷ എന്ന ഭാഗവും അതുപോലെ തന്നെ ഭഗവാന്റെ ദിനചര്യയും. എല്ലാവരും ഇങ്ങനെ കഷ്ടകാലമുള്ളപ്പോഴൊക്കെ ഭഗവാന്റെ അടുത്ത് വന്ന് ഈ കഷ്ടകാലം തീർത്ത് തരണേ എന്ന് പറഞ്ഞ് പരിദേവനം ചെയ്യും. ഭഗവാൻ വിചാരിക്കും, നിങ്ങളൊക്കെ എന്ത് കഷ്ടകാലമായി അനുഭവിക്കണത്, എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ ഈ ആചരിച്ച് ശീലിച്ചവരുടെ അടുത്ത് പറയുമ്പോൾ ഒരു സമാധാനം കിട്ടും. അതാണ് ആചാര്യന്മാരുടെ അടുത്തത്. എന്നിട്ട് നമ്മളെല്ലാവരും നമസ്കരിക്കാറുള്ളത് അതാണ്. എന്നുവെച്ചാൽ അവർ നമ്മൾ അനുഭവിക്കുന്ന ഈ കഷ്ടതകളൊക്കെ അനുഭവിച്ച് അതിനുള്ള പരിഹാരം ചെയ്ത് അതൊന്നും സാരമില്ല എന്നുള്ളൊരു ഭാവത്തിലെത്തിയിട്ടുണ്ടാവും. അവരുടെ അടുത്ത് അങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സമാധാനമായി. അതാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്നിട്ട് പറയുമ്പോൾ ഉണ്ടാവുന്ന ഗുണേ. ഒരു ഭാര്യയുള്ള ആളാണ് ഈ ഭാര്യയും കുടുംബമൊക്കെ ആയിട്ട് ഞാൻ കഷ്ടപ്പെടണു എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഭഗവാൻ വിചാരിക്കും, 16,108 എണ്ണത്തിനെയും കൊണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞത്, എന്നിട്ട് നീ ഒരു ഭാര്യയുടെ കാര്യം പറഞ്ഞിട്ടായിട്ട് വരുന്നത്. ഭർത്താവും കുടുംബമൊക്കെ പാടെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഭാര്യമാർ വന്നിട്ട് പറയും, ഇത് ഞാൻ 16,108 എണ്ണത്തിൻ്റെ ചെവിയിൽ നിന്ന് കേട്ടായിരുന്നതാ. ഭഗവാൻ ഉള്ളിൽ വിചാരിക്കും നമ്മളോട് അതൊന്നും സാരമില്ല കുട്ടി എന്ന് നമ്മളെ ഹൃദയത്തിൽ മന്ത്രിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും ഒരു വിഷമല്ല. മനസ്സാണ് ഇതിനൊക്കെ കാരണേ. മനമേവ മനുഷ്യാണം കാരണം ബന്ധമോക്ഷയോ. ബന്ധനങ്ങൾക്ക് വിഷമങ്ങൾക്ക് കാരണം മനസ്സാണ്. മോക്ഷത്തിനും കാരണം മനസ്സ് തന്നെയാണ്. അപ്പം ഈ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. അതൊരു കോണി പോലെയാണ്. കോണി ഒറ്റയ്ക്ക് എവിടെയെങ്കിലും നിൽക്കുമോ? ഇല്ല, എന്തുമില്ലെങ്കിലും ചാരണം. ആ ചാരിയാൽ അതിൻ്റെ മുകളിൽ കൂടിയ എത്ര ഉയരത്തിൽ വേണമെങ്കിൽ പോവാം. ആ ചാരണ സാധനം ബലമുള്ളതാവണം, ഇല്ലെങ്കിലോ കോണിയോടക്കനെ അങ്ങോട്ട് വീഴും. കുട്ടികളെ, നിങ്ങൾക്കൊക്കെ പറ്റണതേ നിങ്ങൾ ഈ കോണി ചാരുന്നത് ശരിയാവായ എന്ന് ഭഗവാൻ പറയുകയാണ്. ഈ ഭൗതികമായിട്ടുള്ള അനിത്യങ്ങളായിട്ടുള്ള ബലമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ കോണിയോട് ചാരും, മനസ്സിനെ അങ്ങോട്ട് ചാരും. വിവാഹം കഴിയാത്തവർ വിചാരിക്കും ഭാര്യ ഉണ്ടായി ആ സുഖമായി, എന്നിട്ട് ഭാര്യയുടെ മുകളിൽ കോണി ചാരും. ഭാര്യയ്ക്ക് ഇപ്പോൾ ഈ ഇത്ര വലിയൊരാളുടെ കോണി ചാരി ഇത് താങ്ങാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. അപ്പം ചടപടാ ഭാര്യയും വീണു, കുട്ടിയും വീണു. അങ്ങനെ ഈ കോണി ചാരുന്നതൊക്കെ ബലമില്ലാത്തമ്പിലാവുമ്പോൾ കോണി ശരിയാവണില്ല. എന്നാൽ ബലമുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിട്ടി ചാരിക്കോളൂന്ന് ഭഗവാൻ പറയാ. ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, ഈ ലോകത്തിനെ മുഴുവൻ താങ്ങി നിർത്തുന്ന, ഈ ലോകത്തിലെ ഓരോ ചരാചരാദികളിലും വസിക്കുന്ന
ആ ഭഗവാനിലേക്ക് നമ്മളെ കോണി അങ്ങോട്ട് ചാരിയാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇങ്ങനെ ഉയർന്നു ഉയർന്നു പോവാം. നമുക്കൊക്കെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താ മനസ്സിലാവായ വലിയ പ്രശ്നം. ചെറിയ കുട്ടിയാവുമ്പോൾ അമ്മിങ്ങ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി വിചാരിക്കും ഏട്ടനൊക്കെ ഏതാ ഓടി കളിക്കണു, അത്രയാവണം, ആ സുഖമായി. ഏട്ടന് ഓടി കളിക്കണ ഏട്ടൻ വിചാരിക്കും മറ്റേ വലിയ കാരണവന്മാർ സ്കൂളിൽ പോകുന്നുണ്ട്, സ്കൂളിൽ പോയി ആ സുഖമെന്ന്. സ്കൂളിൽ പോണ ആൾ വിചാരിക്കും കോളേജിലാ സുഖമെന്ന്. കോളേജിൽ കഴിഞ്ഞാൽ ആ സമയത്ത് വിചാരിക്കും ജോലി കിട്ടിയിട്ട് ഇങ്ങനെ കുറച്ച് പൈസയൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ കഴിയണത് അതാ സുഖമെന്ന്. അത് കഴിയുമ്പോഴാണ് ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒറ്റയ്ക്കായാൽ സുഖമില്ല, ഒരാളും കൂടി ഉണ്ടായാൽ തിരക്കിടില്ല. സ്ത്രീ വിചാരിക്കും ഒരു പുരുഷനെ വേണമെന്ന്, പുരുഷൻ വിചാരിക്കും ഒരു സ്ത്രീയെ വേണമെന്ന്. ഇങ്ങനെ നമ്മളുടെ ലക്ഷ്യങ്ങൾ ഇങ്ങനെ മാറി മാറി പോവുക. ജീവിത ലക്ഷ്യങ്ങൾ, യഥാർത്ഥ ലക്ഷ്യം എന്താന്ന് പഠിക്കാനുള്ള സംവിധാനം നമ്മളുടെ അടുത്തില്ല. പഠിപ്പിച്ചു കൊടുക്കാൻ ഈ കുട്ടി വലുതായിട്ട് സ്കൂളിൽ പോകുന്നവരേക്ക് അമ്മയുടെയും അച്ഛൻ്റെയും കക്ഷത്തിലാണ്. അപ്പം പറഞ്ഞു കൊടുക്കണം കുറേ കാര്യങ്ങൾ. ചെറിയ കുട്ടിയാകുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അതൊരിക്കലും പോവില്ല. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം. യശോദോട് ഗോപസ്ത്രീകൾ എന്നെ പറയുന്നുണ്ട്, നീ എന്നിയേ ശീലമടക്കി വെപ്പാൻ ഈ ആളുകൾക്കിന്നതു സാധ്യമാമോ. ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം കുട്ടിയാകുമ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങും അമ്മ. ആദ്യം തന്നെ അതാ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചായിരുന്നു കുട്ടിക്കാലത്ത് ഈ ശീലം അടക്കി വയ്ക്കുക, എന്താ ഈ ശീലം അടക്കി വയ്ക്കുക അത്ര വിഷമമുള്ള എന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാ എന്താ ഈ ശീലം അടക്കി വയ്ക്കൽ, ശീലം അടക്കി വയ്ക്കുക, ഇത് മനസ്സിലായപ്പോഴാണ്. അപ്പം ഈ ശീലം അടക്കി വയ്ക്കാൻ ആർക്കേ പറ്റുള്ളൂ? അമ്മയ്ക്കേ പറ്റുള്ളൂ. അമ്മ ആ കുട്ടിയെ ചെറിയ കുട്ടിയാകുമ്പോൾ ശീലം ഒക്കെ നടക്കി വെച്ച് നല്ല നിലയ്ക്കാക്കണം. ഇല്ലെങ്കിൽ ഇപ്പം അനുഭവിക്കുന്നില്ലേ, കുറച്ച് വയസ്സായി എന്ന് കണ്ടാൽ ചവിട്ടി കൂട്ടി ഒരു വൃദ്ധസദനം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ എണ്ണ ഇങ്ങനെ മുളച്ച് പോകുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയാക്കും. ഇത് ശല്യം വയ്യാന്നായിട്ട് അതിനിട വരുത്തരുത്. നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ വേണ്ടത് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മളെ ശീലങ്ങൾ നന്നാക്കി തീർക്കണം. അത് ആദ്യം തന്നെ ഈ കുട്ടിയെ പഠിപ്പിക്കണം. ഈ മനസ്സാകുന്ന കോണി ഭഗവാനിൽ ആദ്യം ആ അമ്മിങ്ങ കുടിക്കുമ്പോൾ അമ്മ അമ്മ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും. പറയാറൊന്നും ആയില്ല, ചുണ്ടുമ്പിൽ എന്ന് പറയുമ്പോഴേക്ക് എന്നെ അമ്മ എന്ന് വിളിച്ചു, എന്തൊരു സന്തോഷ. അത് കഴിഞ്ഞാൽ പഠിപ്പിക്കും അച്ഛൻ അച്ഛൻ. അച്ഛൻ എന്ന് പറയാൻ ഒന്നും ആയിട്ടില്ല. ആ നാവ് പല്ല് മുളക്കണേൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇടാക്കുമ്പോൾ അച്ഛൻ എന്ന് വിളിച്ചു. ഇങ്ങനെ ഓരോന്ന് നമ്മൾ പഠിപ്പിക്കേണ്ട കുട്ടിയെ. അതേപോലെ ആ കൂട്ടത്തിൽ ശീലങ്ങൾ പഠിപ്പിക്കണം. തെറ്റായി പോവരുതാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ കുട്ടിക്കാലത്ത് പഠിപ്പിക്കണം. അങ്ങനെ ആയാൽ ഈ കോണി എവിടെയാണ് ചാരേണ്ടതെന്ന് കുട്ടിക്കാലത്ത് തന്നെ ഉറപ്പിക്കും. അപ്പം മനസ്സിലാവും ജീവിത ലക്ഷ്യം ഇതൊന്നുമല്ല. ഈ ശരീരത്തിന്ന് ഈ ആത്മാവ് ഈ മനസ്സ് അങ്ങോട്ട് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഭഗവത് പാദത്തിലെത്തണം. ഈ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നമ്മൾ ഓടി വരുന്നത് എന്തിനാ? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി പോവുമായിരിക്കില്ലേ? ആ ചാടി പോകുമ്പോൾ അവിടെ എത്തിക്കാൻ നമ്മൾ വിചാരിക്കില്ല, നമ്മുടെ ശരീരം ഉള്ളപ്പോഴേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ കൊണ്ടുവന്ന് ശീലിപ്പിക്കുക ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക്. നമ്മളാകുന്ന ഈ ആത്മാവിനെ ഭഗവാന്റെ പാദത്തിലേക്ക് കൊണ്ടുവന്ന് ശീലിപ്പിക്കുക. ഈ മനസ്സിനൊരു ഗുണമുണ്ട്, ഏറ്റവും വേഗം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണത്. വീട്ടിൽ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഗുരുവായൂരപ്പൻ എന്ന് വിചാരിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ മലർ നിവേദ്യം കഴിഞ്ഞ് പൊൻചിലമ്പണിഞ്ഞ പാദാരവിന്ദത്തോടെന്നുള്ളത് നമ്മളുടെ ഹൃദയത്തിന് ഇങ്ങോട്ട് ഉറയ്ക്കും. അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് വേണ്ട, പക്ഷേ എന്ത് വേണം, ആദ്യം ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ആയാൽ മനസ്സ് ഉറപ്പിക്കും. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് പുറത്തേക്ക് ചാടിയാൽ പിടിക്കണം. അതാണ് തിരുമേനി പറഞ്ഞത്, ആഞ്ഞൊന്നങ്ങു പിടിക്കണം തിരുപദം ശ്രീരൂപമായിടുമാ ശ്രീമദ് ഭാഗവതാമൃതത്തെ പഠനം ചെയ്യണം എന്നും
സദാ നാണം വിട്ടു ജപിക്കണം. ഗുരുപുരാധീശന്റെ നാമങ്ങളെന്നാമോദേന പറഞ്ഞു തന്നു. സന്തോഷത്തോടു കൂടി പറഞ്ഞു തന്നത് എന്താ? ആ ഭഗവത്പാദം ആഞ്ഞു ചാടി പിടിക്കണം, ഇല്ലെങ്കിൽ കിട്ടുമൊന്നുമില്ല. ആ ഉണ്ണികൃഷ്ണേ എവിടെ കാല് വയ്ക്കാതിച്ചല്ല. നൃത്യതി 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 നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോഴേക്കും അപ്പം പോയിട്ടുണ്ടാവും എൻ്റെ അപ്പുറത്തേക്ക്. അപ്പം എന്ത് വേണം? ആഞ്ഞു പിടിക്കുക വേണം. എന്നിട്ടോ അതിനുള്ള മാർഗമാണ് പറയണത്. ശ്രീമദ് ഭാഗവതാമൃതത്തെ പഠനം ചെയ്യണം. അമൃതത്തെ പഠനം ചെയ്യണം. വായിച്ചാലും കേട്ടാലും ഒന്നും പോരാ, അതങ്ങോട്ട് ഉള്ളിലങ്ങോട്ട് ഉറപ്പിക്കണം. അതിന് സാധിക്കാനുള്ള വിദ്യ എന്താ? ആഞ്ഞൊന്നങ്ങു പിടിക്കണം തിരുപദം ശ്രീരൂപമായിടുമാ ശ്രീമദ് ഭാഗവതാമൃതത്തെ പഠനം ചെയ്യണമെന്നും സദാ നാണം വിട്ടു ജപിക്കണം. നാണം ഉണ്ടാവരുത് നാമം ജപിക്കാൻ. ഇതല്ല ഇവിടെ ഇങ്ങോട്ട് വന്നാൽ, ഈ ഗുരുവായൂർ വന്നാലത്തെ ഒരു ഗുണം എന്താ? ഏത് കണ്ഠങ്ങളിൽ നിന്നും നമ്മൾ ആ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ കേൾക്കുന്നുണ്ട്. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഇത് ജപിച്ച് ജപിച്ച മനസ്സിനെ നമ്മൾ ഭഗവത് പാദത്തിൽ ആഞ്ഞു പിടിക്കാനാക്കണം. ഇതാണ് നമ്മളുടെ ജീവിത ലക്ഷ്യം. ഇത് മനസ്സിലാക്കിയാൽ ഈ മനസ്സ് എവിടെയാ, ആ കോണി എവിടെയാ ചാരേണ്ട സംശയം ഉണ്ടാവില്ല. ആ ഭഗവത് പാദാരവിന്ദത്തിൽ തന്നെയാണ്. എത്ര ഉയരണോ, ഇത്ര പോകുന്ന ഒരു കുട്ടിയായിട്ട് വാമനനായിട്ട് വന്നിട്ട് 3 അടി കൊണ്ട് ലോകം മുഴുവൻ അളക്കണം എന്ന് പറയുമ്പോൾ ആ ഉയരത്തിലേക്ക് നമുക്ക് എത്താം. ഈ കോണി അത്രയും അങ്ങോട്ട് നീട്ടും. ഭഗവാൻ പിടിച്ചിട്ട് ആ കോണിയുടെ അടിയിൽ നമ്മളുണ്ടാവും. ഇങ്ങനെ പൊന്തിക്കുന്നതിനനുസരിച്ച് അങ്ങനെ പൊന്താൻ നമുക്ക് ഉയരാൻ, ആ ഭഗവത് പാദത്തിലെത്താൻ, ആ പാദം പൊന്തിക്കുന്നതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ട് ഉയരാൻ ഈ കോടി അവിടെ ചാരണം. ഈ ചാരിയില്ലെങ്കിൽ എന്താ? അപ്പോഴാണ് ഇതാ ഇപ്പം ഈ നാരദന് പറ്റിയതില്ല അബദ്ധം. നാരദൻ സദാസമയവും നാരായണനാമം ജപിക്കുന്ന ആളാണ്. അങ്ങനെ നാരായണനാമം ജപിച്ച് ഭഗവാനെ സ്തുതിച്ചും ഒക്കെ അങ്ങനെ നടക്കുന്ന കാലത്ത് പറഞ്ഞത് കേട്ടു, നരകാസുരനെ വധിച്ചു. അവിടെ 16,100 കന്യകമാരുണ്ടായിരുന്നു. അവരെയൊക്കെ ഒരേ സമയത്ത് വെവ്വേറെ ശരീരം ആയിട്ട് ഒരു മുഹൂർത്തത്തിൽ വിവാഹം കഴിച്ചു എന്നാണ്. ഏകനായ കൃഷ്ണൻ, അങ്ങനെയാണ് പറയണത്, ഒറ്റയ്ക്ക് ശ്രീകൃഷ്ണൻ ഒറ്റയ്ക്ക് ഏകനായ കൃഷ്ണൻ തോന്നി. അത് കോണിക്കിട്ട് മാറി ചാരിയപ്പോൾ തോന്നിയ അതേവരെ അത് തോന്നിയില്ല. ശ്രീകൃഷ്ണൻ ഏകനാന്നുള്ള തോന്നൽ അതേവരെ ഉണ്ടായിരുന്നില്ല. കോടി ഈ 16,100 കന്യകമാരെ വേളി കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ മാറി. വിവാഹം കഴിക്കാരാവത് മനുഷ്യരാ, അപ്പോൾ ഭഗവാൻ മനുഷ്യനാ. അതിങ്ങനെ 16,100 ഒപ്പം ചെയ്യുക. കോടി മാറി ചാരി മാറിയപ്പോൾ അബദ്ധമായി. എന്നാ ഇതൊന്ന് പരീക്ഷിക്കണം എന്ന് നാരദന് വിചാരിച്ചു. അങ്ങനെ ഭഗവാനെ പരീക്ഷിക്കാൻ ഭഗവാൻ ഒരു വിധക്കാരൊക്കെ പരീക്ഷിച്ചിട്ടും ബാക്കിയുള്ള ആളാണ്. ഇതറിയും ചെയ്യാം നാരദന്. എന്നിട്ടും തോന്നിയതെന്താ? ഇതൊന്ന് പരീക്ഷിക്കണം. ആ പോവാ ദ്വാരകയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. ദ്വാരകയിലേക്ക് അവിടെ ചെന്നപ്പോൾ ദ്വാരകയുടെ അവിടേക്ക് ഈ ഭഗവാന്റെ ഈ വിദ്യകളൊക്കെ ഒന്ന് കാണണം എന്നുള്ള ഉത്സാഹത്തോട് കൂടിയിട്ട് നാരദൻ ദ്വാരകയിൽ വന്നപ്പോൾ അവിടെ ആരാമങ്ങളും ഉപവനങ്ങളൊക്കെ ഉണ്ട്. ധാരാളം പുഷ്പങ്ങളും കായ്കളും ഒക്കെ പാടന്ന് ഇറങ്ങി നിൽക്കണതാ. അവിടെയുള്ള പക്ഷികൾ ശബ്ദിക്കാൻ തുടങ്ങി. തോന്നുന്നത് എന്താ അറിയോ? വിഡ്ഢി, ഞങ്ങൾ ദിവസേന കാണുന്നതാ അതൊക്കെ, എന്നിട്ട് പരീക്ഷിക്കാൻ വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് പക്ഷികൾ ചിരിക്കുകയാണോ തോന്നും. പക്ഷികൾ ചിരിക്കാൻ തുടങ്ങി, ശബ്ദിക്കാൻ തുടങ്ങി. അങ്ങോട്ട് നടന്നാൽ ഇപ്പോൾ തടാകം, ദ്വാരകയെ വളരെ കേമായിട്ടാണ്
തടാകത്തിൻ്റെ അവിടെ നിന്നപ്പോൾ അരയന്നങ്ങളും കുളക്കോഴികളും ഒക്കെ പാടെ കൂകാൻ തുടങ്ങി. കണ്ടോ, കോണി മാറി ചാരിയൻ്റെ വക വരുന്നു, പരീക്ഷിക്കാൻ വരിക അത്രേ. പരീക്ഷിച്ച് പോകുമ്പോൾ ഞങ്ങൾ കണ്ടോളാം എന്നുള്ള നിലയ്ക്ക് ഇവരും അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അവിടെ അങ്ങാടികൾ, രാജപാതകൾ, അങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ വെയിലൊന്നും കാണാനില്ല. അതെന്താ നോക്കുമ്പോൾ സകല ദിക്കിലും കൊടിക്കൂറകളാണേ. കൊടിക്കൂറകൾ ഇങ്ങനെ പാറിയിട്ട് രാജവീഥികളിൽ വെയിലേ ഇല്ല, അത്രയ്ക്കുണ്ട്, അത്രയും ഗംഭീരാണ്. അത്ഭുതമായി, എവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ചെന്നപ്പോഴാണ് അന്തഃപുരം. അമ്പോ, 16,108 ഗൃഹങ്ങളാണ് വെവ്വേറെ ഉണ്ടാക്കിക്കേണ്ടത് അന്തഃപുരത്ത്. ഓരോന്നും വിശ്വകർമാവ് തൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചിട്ടാണ് ഓരോന്നും ഉണ്ടാക്കിക്കേണ്ടത്. ഏതിലേക്കാ നോക്കണ്ടതെന്ന് വിചാരിച്ചിങ്ങനെ നോക്കുമ്പോൾ അനവധി എണ്ണുണ്ട്. ഒന്നും വലിയ വ്യത്യാസം ഒന്നും തോന്നൂല്ല. എല്ലാം കേമം. അങ്ങനെ ഇങ്ങോട്ട് നോക്കുമ്പോൾ അടുത്ത് നിൽക്കണതിൻ്റെ അടുത്തേക്ക് നോക്കുമ്പോൾ അവിടെ ചുമരുകളൊക്കെ ഇന്ദ്രനീലം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്, തൂണുകളൊക്കെ വൈഡൂര്യം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്, മുത്തുമാലകൾ ഇങ്ങനെ എല്ലാം കൂടി ബഹു വിശേഷമായിട്ട് അങ്ങോട്ട് തോന്നി. എങ്ങനെയാണ് ഇതിലേക്കായിട്ട് കടന്നളെ. അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നപ്പോൾ ഭഗവാൻ തൻ്റെ പ്രിയ പത്നിയായിട്ട് ഇരുന്ന് സല്ലപിക്കുക. നാരദനെ കണ്ടുകൂടുമ്പോൾ അങ്ങോട്ട് നീട്ടു. നാരദൻ വരുമ്പോൾ ഇരിക്കേ, ദേവർഷി നാരദൻ വരുമ്പോൾ ഇരിക്കേ. ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള ഞാൻ എണീറ്റു, ഓടിച്ചെന്നു. ആ പീലിത്തിരുമുടിയും രത്നങ്ങളും ധരിച്ചിട്ടുള്ള ആ കിരീടത്തോടുകൂടി കാക്കിലങ്ങോട്ട് നമസ്കരിച്ചു. നാരദൻ അങ്ങോട്ട് വല്ലാത്തൊരു അതിശയായി. ഈ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നെ നമസ്കരിക്കേ. എണീറ്റു, പിടിച്ചു കൊണ്ടുപോയി താൻ ഇരുന്നേർന്ന ആ സിംഹാസനത്തിൽ അവിടെ ഇരുത്തി. പാദം കഴുകി തീർത്ഥം, ഭഗവാന്റെ പാദതീർത്ഥം സാക്ഷാൽ ശ്രീ പരമേശ്വരനും ബ്രഹ്മാവും ഒക്കെ തലയിൽ തയ്ക്കണം. ആ ഭഗവാൻ ദേവർഷി നാരദൻ്റെ പാദം കഴുകിയിട്ട തീർത്ഥം അവനെ മാത്രമോ ആത്തേമാരക്കും പ്രിയ പത്നിയും തെളിച്ചു, കുട്ടികളി എല്ലാം. എന്നിട്ട് തൊഴുതു. വളരെ ഭാഗ്യം അല്ലയോ നാരദ മഹർഷി, അങ്ങൊക്കെ ഇവിടേക്ക് എഴുന്നള്ള എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യമല്ലേ. വളരെ സന്തോഷമായി. അങ്ങക്ക് ഈ എളിയവൻ എന്താ ചെയ്തു തരണ്ടേ, എന്ത് വേണം എന്നൊന്ന് പറഞ്ഞാൽ തിരക്കേടില്ല. എന്താ പറഞ്ഞാൽ ചെയ്യാം, സന്തോഷമുണ്ട് അങ്ങനെ ചെയ്യാൻ. നാരദനാകെ അങ്ങോട്ടായി. ഇനി എന്താ വേണ്ടതെന്ന് ശരിയ. താൻ ഏതൊരു ഭഗവാന്റെ പാദാരവിന്ദങ്ങളാണോ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് നടക്കുന്നത്, ആ ഭഗവാൻ തൻ്റെ പാദത്തിൽ നമസ്കരിച്ച് തൻ്റെ പാദം കഴുകി ആ തീർത്ഥം ചളിച്ചിരിക്കുക. പരീക്ഷണം, ആദ്യത്തെ പരീക്ഷണം. എന്നിട്ട് എന്താ വേണ്ടെന്നാ ചോദിക്കണത്. പറഞ്ഞു, ഇത് എനിക്കറിയാം, അങ്ങ് ആരാന്നറിയാം, ഈ ലോകത്തിൻ്റെ മുഴുവൻ അധിഷ്ഠാനം അങ്ങാണെന്നറിയാം. ഇതൊക്കെ മനുഷ്യരൂപം ധരിച്ചിട്ട് എന്നെ കബളിപ്പിക്കാൻ ചെയ്യാമെന്നും എനിക്കറിയാം. അതൊക്കെ ഞാൻ മനസ്സിലാക്കുള്ളൂ. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അങ്ങടെ ഈ നാമം പാടിക്കൊണ്ട് ഈ നാട്ടിൽ കൂടിയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്, അതിനുള്ള അനുഗ്രഹം തന്നാൽ മതി പറഞ്ഞു. ഓ, രണ്ടാളും പിരിഞ്ഞു. അടുത്ത ഗൃഹത്തിൽ ചെന്നു. അടുത്ത ഗൃഹത്തിൽ കയറി ചെന്നപ്പോൾ അവിടെ ഉദ്ധവനും പ്രിയ പത്നിയും ഭഗവാനും കൂടി ചൂത് കളിക്കുക. നാരദനോട് വരുന്നത് കണ്ടോടുമ്പോൾ ഇറങ്ങി അങ്ങോട്ട് ഓടിച്ചെന്നു. നേരത്തെ ചെയ്തേ പാദത്തിൽ നമസ്കരിച്ചു, കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടെ വന്ന് പാദം കഴുകി തീർത്ഥം തളിച്ചു. എപ്പോഴേ അങ്ങ് വന്ന് നേരത്തെ ചോദിച്ചത് നമ്മൾ കേട്ടില്ലേ, അവിടെ ഒക്കെ കഴിഞ്ഞതാ. എന്നിട്ട് ഇപ്പം ഭഗവാൻ ചോദിക്കുക, എപ്പോഴേ വന്ന നാരദ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ സംസാരസാഗരത്തിൽ മുങ്ങിക്കിടക്കണ ഞാൻ ഇതൊന്നും ബാധകമല്ലാത്ത അങ്ങക്ക് എന്താ ചെയ്തു തരേണ്ടതെന്ന് പറഞ്ഞാൽ തിരക്കടില്ല എന്ന്. ഒരു നോട്ടം ഇങ്ങനെ നോക്കി, ഇതിന് മറുപടി പറയാൻ ശരിയാവില്ല തോന്നി. നീട്ടുകൊടുത്ത് ഇവിടെ ഇറങ്ങി. പിന്നെ ഓരോരുത്തിൽ ചെല്ലുമ്പോഴും പിന്നെ ഇങ്ങനെ അങ്ങോട്ട് നേരിട്ട് കാണണ്ട, ഒളിഞ്ഞ് കണ്ടാൽ മതി എന്നുള്ള രൂപത്തിലാണ് ആ ഭാഗവതം വായിച്ചാൽ തോന്നുക. ഓരോരുത്തിലും ഭഗവാൻ നാരദനിങ്ങനെ ചെന്നിട്ട് ഭഗവാന്റെ ഓരോ ലീലകൾ ഇതേപോലെ
കാണാനിറങ്ങി. ഈ ചോദിച്ചതിന് സമാധാനം പറയാൻ ഇറങ്ങിയിട്ട് അടുത്ത ഗൃഹത്തിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ ഭഗവാൻ കുട്ടികളെ കളിപ്പിച്ചും കൊണ്ടിരിക്കുക, ഭാര്യ പുത്രന്മാരെയൊക്കെ കളിപ്പിച്ചും കൊണ്ടിരിക്കുക. ആഹാ, അത് തിരക്കടില്ല, നന്നായി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി അടുത്ത ഗൃഹത്തിൽ ചെന്നപ്പോൾ കുളിക്കാൻ പുറപ്പെടുക. എണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കാനുള്ള ശ്രമം. അപ്പോൾ അടുത്ത ഗൃഹത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ യാഗാഗ്നിയിൽ ഹോമം ചെയ്യുക ഭഗവാൻ. അടുത്തതിൽ ചെന്നപ്പോൾ പഞ്ചമഹായജ്ഞങ്ങൾ, പിതൃക്കൾക്ക്, ഗുരുക്കൾക്ക്, ദേവന്മാർക്ക്, മനുഷ്യർക്ക്, പക്ഷിമൃഗാദികൾക്കൊക്കെ അന്നം കൊടുത്ത് പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യുക. അടുത്ത സ്ഥലത്ത് ചെന്നപ്പോൾ ബ്രാഹ്മണർക്ക് അന്നദാനം ചെയ്യുക. എന്നാൽ അതിൻ്റെ അടുത്ത ഗ്രഹത്തിൽ ചെന്നപ്പോൾ ഈ ബ്രാഹ്മണർക്ക് അന്നദാനം ചെയ്തതിൻ്റെ ബാക്കിയുണ്ട്, അത് കഴിക്കുക. അതാണ് ഭഗവാൻ ചെയ്യണത്. ഭഗവാന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം അമ്മ 8ാമത്തെ മകനായിട്ട് ഭഗവാനെ പ്രസവിക്കുന്ന അറിഞ്ഞുകൊണ്ട് വിവാഹം കഴിഞ്ഞ അന്ന് മുതൽക്ക് നഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷവും പ്രസവിച്ചപ്പോൾ എന്തുണ്ടായേ, കുട്ടിയോട് കൊണ്ടുപോയി ഒന്ന് അമ്മിങ്ങോ മതിയാവലോ കൊടുക്കാനും കൂടി തരായില്ല. അമ്മയുടെ സ്ഥിതി അത്. ഇനി വളർത്തിയ അമ്മയുടെ സ്ഥിതിയോ, അത്യാവശ്യം ബുദ്ധിമുട്ടി വെള്ളം തോർന്നപ്പോൾ കംസനെ കൊല്ലാനാറിട്ടാണ് പോയി, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഒപ്പം ഉണ്ടായിരുന്നവരുടെ സ്ഥിതി നോക്കുമ്പോൾ എല്ലാവരും കഷ്ടം അനുഭവിച്ചിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ ആയാലും ഭഗവാൻ ചിരിച്ചുകൊണ്ടല്ലാണ്ട് കണ്ടിട്ടുണ്ടോ? എന്താ കാരണം? ഈ കഷ്ടതകളൊക്കെ സ്വന്തം മധുരയിൽ ഇരിക്കാൻ ഗതിയില്ലാഞ്ഞിട്ട് ആ കടലിൻ്റെ നടുവിലൊരു ഗൃഹം ഉണ്ടാക്കിയിട്ട് അവിടെ പോയി താമസിക്കേണ്ടി കൂടി വന്നു. ഒന്ന് ആലോചിച്ചു. നമ്മളൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നാൽ നമ്മുടെ സങ്കടം എത്ര. അതും കൂടി ഭഗവാന് വേണ്ടി വന്നു. എന്നിട്ടോ ഭഗവാന് വല്ലതും ഉണ്ടോ? എന്താ വെളിച്ചാമ്പണ്ണ് കിട്ടാൽ ഇതാ കോണി അവിടേക്ക് അങ്ങോട്ട് ചാരും. നമ്മളും ഇതൊക്കെ ചെയ്യണം. അതാണ് ഈ പറഞ്ഞു തരുന്നത്. അതാണ് അർജുനനും പറഞ്ഞു കൊടുത്തത്. അർജുനന് പറഞ്ഞു കൊടുത്ത ആ മയ്യേവ മന ആധസ്വ, മനസ്സിനെ എന്നിൽ ഉറപ്പിക്കുക. മയി ബുദ്ധിം നിവേശയ, ബുദ്ധിയെ എന്നിലവിടെ നിവേശിപ്പിക്കുക, പ്രതിഷ്ഠിക്കുക. പിന്നെ നിനക്ക് കീഴ്പ്പെട്ട് ഗതിയില്ല, എല്ലാം ഭംഗിയായിട്ട് വന്നോളും. ഇത് നമ്മൾ ചെയ്യണം. ഇത് പഠിച്ചാൽ ഈ കേൾക്കുന്ന ആളുകൾ ഇത് കേട്ടാൽ മാത്രം പോരാ. ഗുരുവായൂരപ്പൻ്റെ പാതാരത്തിൽ പിന്നെ ഇങ്ങനൊരു വിഷയം ഒരു സത്രത്തിനും കൊണ്ടുപോയിട്ടില്ല. ഈ ഭഗവാന്റെ നിത്യകർമ്മങ്ങൾ, നിത്യചര്യ അതിനെ പറ്റിയിട്ട് അത് നമുക്ക് ഇന്ന് വിഷയമായിട്ട് വരാൻ കാരണം എന്താ? ഭഗവാന്റെ നിയോഗമാണ്. എല്ലാവരും രാവിലെ നീക്കാൻ പഠിച്ചിട്ട് ഗുരുവായൂർ വരുമ്പോൾ മാത്രമേ നീക്കുള്ളൂ. അങ്ങനെ പോരാ. എന്തിനാ അത് നീക്കണത്? നീച്ചാൽ എന്താ ചെയ്യേണ്ടതെന്നാ പറഞ്ഞു തരുന്നത്. കാണിച്ചു തരിക, ചെയ്ത് കാണിച്ചു തരിക. അത് കഴിഞ്ഞാലോ രണ്ടാമത് എന്താ ഭഗവാൻ ചെയ്യാന്നാണ്. അധാപ്ലുതോംഭസ്യമലേധാവിധി ക്രിയാകലാപം പരിധായ വാസസി ചകാര സന്ധ്യോപഗമാതി സത്തമോ ഹുദാനലോ ബ്രഹ്മജജാഭവാക്യതാ. അതിനുശേഷം ശുദ്ധജലത്തിൽ മുങ്ങിക്കുളിച്ച് 2 വസ്ത്രങ്ങൾ ധരിക്കുക. ഒറ്റ വസ്ത്രം ധരിച്ചും കൊണ്ട് ചെയ്യരുതാന്നാ നിയമം. 2 വസ്ത്രം. യഥാവിധി സന്ധ്യാവന്ദനാദികളെ ചെയ്ത ശേഷം വാക്കിനെ അടക്കി അഗ്നിയിൽ ഹോമങ്ങൾ ചെയ്ത് ഗായത്രി മന്ത്രം ജപിച്ചു എന്നാണ് പറയുന്നത്. ഇത് അർജുനന് പറഞ്ഞു കൊടുത്ത 2ാമത്തെ ഭക്തിയോഗത്തിൻ്റെ അനുഷ്ഠാനമാണ്. അത് പറഞ്ഞു കൊടുത്തത് ഇത് അനുഷ്ഠാനം. എന്നാ രണ്ടാമത് പറഞ്ഞു കൊടുത്തത് അറിയോ? അധചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും ധനഞ്ജയ. അഥവാ ഈ മനസ്സിനെ എന്നിൽ ഉറപ്പിക്കാൻ സാധിച്ചില്ല എന്ന് വയ്ക്കുക. സാക്ഷാൽ ശ്രീനാരദനും കൂടി സാധിച്ചില്ല. ഒന്ന് മാറ്റി ചാരി നോക്കിക്കൊള്ളു. അപ്പോൾ നമുക്കൊക്കെ വിഷമമുണ്ടെന്ന് അറിയാം. അങ്ങനെ സാധിക്കില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് അറിയോ? അഭ്യാസയോഗേന തതോ, അഭ്യാസയോഗം കൊണ്ട് മാമിച്ഛാപ്തും ധനഞ്ജയ, എന്നിലെത്താൻ സാധിക്കും. അഭ്യാസയോഗം കൊണ്ട് എന്നിലെത്താൻ സാധിക്കും എന്ന് പറയാ. എന്താ ഈ അഭ്യാസയോഗം? അഭ്യാസയോഗം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമങ്ങളുടെയും ഗുണങ്ങളുടെയും ശ്രവണം, കീർത്തനം, മനനം, ജപം. അതാണ് അഭ്യാസയോഗം. മാത്രം മതിയോ? ഭഗവത് പ്രാപ്തി വിഷയമായിരിക്കുന്ന ശാസ്ത്രങ്ങളുടെ അധ്യയനം, ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, ഇതൊക്കെ പഠിക്കുക.
അത് വീണ്ടും വീണ്ടും ഇങ്ങനെ മനസ്സിൽ ഉറപ്പിക്കണം. അതിനാണ് അഭ്യാസയോഗം എന്ന് പറയുക. അതാണ് നമ്മളെ ഗുരുനാഥന്മാർ പറഞ്ഞത്, നാമം ചെല്ലൂ നാമം ചെല്ലൂ നാമം ചെല്ലൂന്ന്. അഭ്യാസയോഗമാണത്. നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ആ ഹരേ നാരായണ എന്നുള്ള ശബ്ദം അങ്ങോട്ട് പുറപ്പെടുവിച്ചാൽ നമ്മളുടെ ഉള്ളിലും പുറത്തും സകല ദിക്കിലും ആ ഭഗവത് ചൈതന്യം അങ്ങോട്ട് വർദ്ധിക്കും. അതന്നെ അഭ്യാസയോഗം. അത് മാത്രം മതിയോ? ഇതാ ഭാഗവതം ഇങ്ങനെ സത്രങ്ങളിൽ എന്താ ഇപ്പം ഈ ഭാഗവത സത്രം ചെയ്യണത്? അഭ്യാസയോഗമാണ് അല്ലേ? രാവിലെ മുതൽക്ക് ആദ്യം വിഷ്ണു സഹസ്രനാമം ജപിക്കണു, നാമം ചെല്ലണു, ഭാഗവതം വായിക്കണു, അതിനെ വർണ്ണിക്കണു, നാമം ചെല്ലണു. ഇതൊക്കെ തന്നെയാണ് അഭ്യാസയോഗം. ഈ ശ്രീമദ് ഭാഗവത സത്രം എന്ന് പറഞ്ഞാൽ അതന്നെ ഒരു അഭ്യാസയോഗ. ഇതിൻ്റെ ചെറിയൊരു പതിപ്പ് വീട്ടിൽ അങ്ങോട്ട് ഉണ്ടായാൽ മതി. അത് വേണ്ടത് എങ്ങനെയൊക്കെയാണെന്നാണ് ഇപ്പോൾ ഈ പഠിപ്പിച്ച് തരുന്നത് ചെയ്യുന്നത്. അങ്ങനെ അഭ്യാസയോഗം കൊണ്ട് തന്നെ സമീപിക്കാൻ സാധിക്കും എന്നുള്ളതിന് ഭഗവാൻ കാണിച്ചു തരണം. രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് നാമം ചെല്ലുക, ആ വക കാര്യങ്ങൾ വിശുദ്ധമായിട്ടുള്ള വസ്ത്രം ധരിച്ച് ആ അഭ്യാസയോഗങ്ങൾ നാമം ചൊല്ലി ആ അഭ്യാസയോഗങ്ങൾ വേണ്ടെന്ന് ചെയ്യുക. മൂന്നാമത് ഭഗവാൻ എന്താ ചെയ്യണത്? ഉപസ്ഥായാർക്കമുദ്യന്തം തർപ്പയിത്വാത്മനക്കല ദേവാൻ ഋഷീൻ പിതൃൻ വൃദ്ധാൻ വിപ്രാൻ അഭ്യർച്ചിതാത്മവാൻ. മൂന്നാമത് എന്തായിരുന്നോ? ഉദയം ആയിട്ടുണ്ടാവും. സൂര്യനെ നോക്കിയിട്ട് സൂര്യ നമസ്കാരം ചെയ്യുക. സൂര്യ നമസ്കാരം ചെയ്യണം എന്നാണ്. ഇപ്പം എല്ലാവരും രാവിലെ എണീറ്റിട്ട് ഒരു നടക്കാൻ പോക്കുണ്ട്. അതിന് വേറൊരു ദോഷം എന്താ അറിയോ? വേണ്ടാത്തത് ചിന്തിച്ചും കൊണ്ടാണ്. നടക്കണതൊക്കെ നല്ലതാണ്, അത് നമ്മളെ മനസ്സുകൊണ്ടേ സാധിക്കുള്ളൂ. ഭഗവാനിൽ ചാരിയിട്ടുള്ള മനസ്സാണെച്ചെങ്കിൽ അതിന് യാതൊരു വിഷമവും ഉണ്ടാവില്ല. അങ്ങനെ ഈ സുധർമ്മയിലേക്ക് നമ്മളങ്ങടെ എത്തണം. ഇപ്പം ഈ ഭഗവാന്റെ ദിനചര്യ പറഞ്ഞു തന്നില്ലേ? എന്നിട്ട് നമ്മൾ ജോലിയിലേക്ക്, കർമ്മത്തിലേക്ക്, സ്ത്രീകൾ അടുക്കളയിലേക്കാണ് ചെയ്യുക, അടുക്കളയ്ക്ക് ജോലി സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ജോലി സ്ഥലത്തേക്ക് എന്താ നമ്മൾ ചെയ്യണ കർമ്മം എന്നുണ്ടെങ്കിൽ ആ കർമ്മമണ്ഡലത്തിനെ നമ്മൾ മനസ്സുകൊണ്ട് ഈ ഷഡൂർമികളില്ലാത്തതാക്കണം. അപ്പോൾ അവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ മനസ്സംതൃപ്തിയായിട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞ് ഇനി ഈ സുധർമ്മയിൽ ഭഗവാൻ നക്ഷത്ര സമൂഹത്തിൽ ചന്ദ്രൻ ഉദിച്ചുയർന്ന് വിലസന കൂട്ടത്തിൽ വിലസി അവിടെ സ്തുതിപാഠകന്മാർ സ്തുതികൾ പാടി, ബ്രാഹ്മണർ മന്ത്രജപം നടത്തി എന്നെല്ലാം പറഞ്ഞ് അവിടെ ഒരു ദൂതൻ വന്നു. ആ ദൂതൻ വന്നത് എന്തിനാണ്? അവക കാര്യങ്ങൾ അടുത്ത എൻ്റെ വന്ധ്യഗുരുനാഥനായിരിക്കുന്ന വെൺമണി കൃഷ്ണേട്ടൻ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത്രയും സമയം ഈ വക കാര്യങ്ങൾ, ഭഗവാന്റെ കാര്യങ്ങൾ ഈ ഭഗവത് പാദത്തിലിരുന്ന് നമുക്ക് അനുസ്മരിക്കാൻ സാധിച്ചില്ലേ? അതിൻ്റെ ഒരു നിർവൃതി, അതിൻ്റെ ഒരു ഭാഗ്യം. ഈ ഭാഗ്യത്തിന് സാക്ഷാൽ ആ ശ്രീകൃഷ്ണ പരമാത്മാവിനോടും എല്ലാ ഭക്തന്മാരോടും ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരോടും എത്രയാണ് നമുക്ക് നന്ദി രേഖപ്പെടുത്തേണ്ടതെന്ന് ശരിയ. അതെല്ലാം അവർക്ക് സർവ നന്മകളുണ്ടാവട്ടെ. ഈ ഗുരുവായൂർ ഭഗവാനും ഉത്തരോത്തരം ഭക്തന്മാരുടെ ഹൃദയത്തിൽ വിലസാൻ സാധിക്കട്ടെ. നമ്മളുടെയൊക്കെ ഹൃദയം ആ ഭഗവത് ചൈതന്യം കൊണ്ട് ഉത്തരോത്തരം ഈ നിത്യകർമ്മങ്ങൾ നമ്മൾ ചെയ്യാമെന്ന് നമ്മളാണ് ചെയ്യുക. ഭഗവാൻ ചെയ്ത ഈ ദിനചര്യകൾ നമ്മളും ചെയ്യാം. എന്നിട്ട് എങ്ങനെ ഭഗവാൻ നമുക്കെല്ലാം ആരാധ്യനായോ അതേപോലെ നമ്മളുടെ കുട്ടികൾക്ക് നമ്മളും ആരാധ്യരായി തീരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്പുഷ്പങ്ങളെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പാതാരവിന്ദങ്ങളിലും സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദങ്ങളിലും എൻ്റെ എല്ലാമായ കാടാമ്പുഴ അമ്മയുടെ പാതാരവിന്ദങ്ങളിലും സമർപ്പിക്കുന്നു.